എനിക്ക് അങ്ങയും ദിഗ്വിജയനെയും തമ്മിൽ അകറ്റണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ല. ഗുരുക്കളെ, നമ്മളെല്ലാരും ചേർന്നാണ് നാഗമാണിക്ക് വിടുന്നത്. അതിന്റെ സൂത്രധാരണം അങ്ങായിരുന്നു. അങ്ങുള്ളത് കൊണ്ടാണ് അതെല്ലാം സാധ്യമായത്. ഇപ്പൊ അവന് നമ്മളാരെയും വേണ്ടാതായി. ഇതൊക്കെ കാണുമ്പോ വിഷമം ഉണ്ടാവില്ലേ? പോട്ടെ ഗുരുക്കളെ, ഞങ്ങളുടെ കാര്യം വിട്ടേക്ക്. പക്ഷെ അവൻ അവനെ എത്ര വിശ്വസിച്ചേൽപ്പിച്ചതാ. അങ്ങയെ തന്നെ അവൻ ദ്രോഹിച്ചില്ലേ? അവൻ അങ്ങയെ തന്നെ വഞ്ചിക്കുകയും ചെയ്തില്ലേ? വഞ്ചനയോ? എന്നോട് തന്നെ വഞ്ചന. ആ വഞ്ചകനോട് ഞാൻ ഒരിക്കലും ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല, ഒരിക്കലും ക്ഷമിക്കില്ല. അയ്യോ പാവമെന്നുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ ബിസിനസ്സിൽ വർക്കൗട്ട് ആവില്ല. കരുണ കാണിക്കണം, എന്നാൽ നിന്റെ കൈ സദാ കത്തിയുടെ മേലുണ്ടാവണം. തല ഉയർത്തിപ്പിടിച്ച് കണ്ണിൽ നോക്കി സംസാരിക്കുന്നവരെ ബഹുമാനിക്കണം. അതിനു പകരം തല താഴ്ത്തി ഉള്ളിന്റെ ഉള്ളിലേക്ക് ഒളിഞ്ഞു നോക്കുന്നവരാണെങ്കിൽ അപ്പ തന്നെ തീർത്തേക്കണം. അവരെ തിരിച്ചു വരാത്ത വിധം അടിച്ചൊതുക്കണം. എന്നാൽ ആ അടി എവിടുന്ന് കിട്ടിയെന്ന് മാത്രം മനസ്സിലാക്കാൻ പാടില്ല. Yes, Dad. You are absolutely right. ഇപ്പം നീ പൊയ്ക്കോളൂ. ഈ കാര്യത്തിൽ ആരുടെ മേലും സംശയം വേണ്ട. നാഗമാണിക്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കൊണ്ടുവന്നവരും കൂടെ നിന്നവരും ഭ്രമം മാത്രം. ഞാനിപ്പോൾ ഇറങ്ങട്ടെ. അങ്ങ് മാത്രമാണ് എന്റെ രക്ഷ. വിജയ് ഭവ. True, Dad. ഞാൻ ഇനിയും നിനക്ക് ഒരു ഉത്തരവാദിത്തങ്ങളും തന്നിട്ടില്ല. എല്ലാം ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ബട്ട് യു ഷുഡ് നോ ഓൾ ദിസ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. നിനക്കൊന്നും മനസ്സിലായിട്ടില്ല, മനസ്സിലാവുകയുമില്ല. കൃത്യമായ സമയം വരുമ്പോ നിനക്ക് കാര്യങ്ങൾ ഓരോന്നായി മനസ്സിലായിക്കോളും. നിന്റെ ചുമലിൽ ഞാൻ ഇപ്പോഴേ ബിസിനസ് ഭാരങ്ങൾ വെക്കുന്നില്ല. ദിസ് ഈസ് ദ ടൈം ഫോർ യു ടു എൻജോയ്. എന്തോ എനിക്കിപ്പോ നിന്നോട് ഇക്കാര്യം സംസാരിക്കണമെന്ന് തോന്നി. താങ്ക്സ് ഡാഡ്. ബട്ട് എല്ലാം ഞാൻ പഠിച്ചോളാം. ആ വിശ്വാസം എനിക്കുണ്ട്. വെറും വിശ്വാസം കൊണ്ട് കാര്യമില്ല, വേറെ കുറെ കാര്യങ്ങളുണ്ട്. എന്ത് കാര്യം? എന്താ ഇത്? മുമ്പോട്ടൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. ഇവരേതോ മന്ത്രശക്തിയുടെ പ്രഭാവമുള്ള സ്ഥലത്തേക്കാ പോയിരിക്കുന്നത്. അതുകൊണ്ട് അഞ്ജനവിദ്യ സാധ്യമാകാത്തത്. അത് നമുക്ക് പ്രവേശനമില്ലാത്ത ഏതോ സ്ഥലമാണ്. അപ്പോ വീരനും ശൂരനും എന്തിനാ അങ്ങോട്ട് പോയത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. അവർ തിരികെ വരുമെന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റുമോ നീലി? ഒന്നും പറയാൻ പറ്റുന്നില്ല ശിവാനി. അവരുടെ പ്രാണൻ എന്തോ അപകടത്തിലാണെന്ന് തോന്നുന്നു. സ്വസ്ഥതയോ? എന്റെ ലൈഫിൽ എന്തോ വലിയൊരു കാര്യം സംഭവിക്കാൻ പോകുന്ന പോലെ. ബട്ട് അതെന്താന്ന് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല തൃശ്ശൂർ. അത് അങ്ങനെ വരാനുള്ള കാരണം എന്താ കൊച്ചു മുതലാളി? എന്തായിരിക്കും അത്? ഒരു പാമ്പിന് സ്വപ്നം കണ്ട കാര്യം പറഞ്ഞില്ലേ, അന്ന് മുതൽ എനിക്കിങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ഡിഫറെന്റ് ആയ സ്വപ്നങ്ങള്. അതുപോലെ എഴുന്നേക്കുമ്പോ തന്നെ ഭയങ്കര ഇറിറ്റേഷൻ തോന്നുക, മുമ്പിൽ കാണുന്നവരോടൊക്കെ ദേഷ്യപ്പെടുക. നിങ്ങള് വെറുതെ ആ സ്വപ്നത്തെ കുറിച്ച് എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്നോണ്ടാ, അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ തോന്നുന്നത്. കൊച്ചു മുതലാളി, അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കേണ്ട കാര്യമില്ല. എനിക്കിതുവരെ ഒരു ഉത്തരവാദിത്തം വന്നായിട്ട് തോന്നിയിട്ടില്ല അത്ര. ഞാനിപ്പോഴും വെറുതെ ഈ തമാശ കളിച്ച് നടക്കാന്നുള്ള ഫീലിംഗ് ആ ഡാഡിക്ക്. ഡാഡി അത് എന്നോട് തമാശയായിട്ട് തന്നെ പറഞ്ഞത്, പക്ഷെ എനിക്കതൊട്ടും തമാശയായിട്ട് ഫീൽ ചെയ്യുന്നില്ല തൃശ്ശൂർ. ഐ മസ്റ്റ് ഡു സംതിങ്. അത് പിന്നെ ബോസ്, ഞാനൊരു കാര്യം പറഞ്ഞാ തെറ്റിദ്ധരിക്കില്ലല്ലോ. ഹേയ്, നീ എന്താ വെച്ചാ പറ. അത് നമ്മുടെ മനസ്സ് അസ്വസ്ഥമായിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ഒരു തീരുമാനം എടുക്കാൻ പാടില്ല. കാരണം അത് പിന്നെ ടെൻഷൻ കൂട്ടേ ഉള്ളൂ. ശരിയല്ലേ? അതെ, അത് കറക്റ്റ് തൃശ്ശൂർ. അത് മുമ്പോട്ട് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ. എന്റെ മനസ്സ് എന്തൊക്കെയോ പറയുന്നുണ്ട്, പക്ഷെ അതെന്താണെന്ന് എനിക്ക് പിടികിട്ടുന്നില്ല.
എന്റെ ഈ മൂഡ് ഓഫിന് കാരണം ഇതാ തൃശൂൽ. എന്തൊക്കെയാ അത് കൊച്ചു മുതലാളി? നിങ്ങൾ ഈ പറയുന്നതിന്റെ ഒന്നും അർത്ഥം പോലും എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. ഐ ഡോണ്ട് നോ, എന്തോ ഒരു വല്ലാത്തൊരു ഫീൽ. അതായത് എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ. കൊച്ചു മുതലാളി, ഒരു കാര്യം സത്യ, എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവുന്ന ഉറപ്പാ. വെറുതെ തല പോക്കണ്ട. എന്ത് സംഭവിച്ചാലും നമുക്ക് ഒരുമിച്ച് ഫേസ് ചെയ്യാന്നേ. ആ തോന്നൽ നമുക്കിടയിലാണ് സംഭവിക്കുന്നെങ്കിലോ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യും? നാഗമാണിക്യമുള്ള സ്ഥലം അവൻ തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇവർ രണ്ടുപേരും അത് കണ്ടിട്ടില്ലെന്നുള്ള കാര്യം ഉറപ്പായി. അങ്ങനെ കണ്ടിരുന്നെങ്കിൽ വന്ന ഉടനെ ഇവരത് പറഞ്ഞേനെ. ഇനി മുമ്പോട്ട് എന്താ ചെയ്യാ? നാളെ മുതൽ ആ സാംബശിവനെ അവന്റെ നിഴൽ പോലെ നമ്മൾ പിന്തുടരണം. ഈ കാര്യത്തിൽ വീരനും ശൂരനും നമ്മളെ സഹായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമ്മൾ തന്നെ ഇത് ഏറ്റെടുത്തേ മതിയാകൂ. അത് നടക്കോ ഇല്ലയോന്ന് നമുക്കൊന്ന് നോക്കാം. അവര് ശരിക്കും ബിസി തന്നെയാണോ അതോ എന്നോട് നുണ പറയുന്നതാണോ? ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. ശിവാനി ബിസിയാണ്. അവര് ദിവസം മുഴുവൻ ബിസി ആയിരിക്കോ? എനിക്ക് അവരെ ഒന്ന് മീറ്റ് ചെയ്യണം. തൃശൂൽ ഞാൻ എത്ര വട്ടം പറഞ്ഞു ശിവാനി ബിസിയാണെന്ന്. ഫ്രീ ആവുമ്പോ തിരിച്ചു വിളിക്കാൻ പറയാം. എപ്പോഴും ഇങ്ങനെ കോൾ ചെയ്ത് ഞങ്ങളെ ശല്യം ചെയ്യരുത്. ബൈ. ഹായ് അങ്കിൾ. നമസ്തേ. നമസ്കാരം. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. മോൾക്ക് സുഖം തന്നെയല്ലേ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു അങ്കിൾ. അല്ല, മോളെന്താ ഇവിടെ? അത് എന്റെ ഫ്രണ്ടിന് നല്ല സുഖമില്ല. ആ, അപ്പൊ ഒന്ന് ഡോക്ടറെ കാണാന്ന് വെച്ച് വന്നതാ. ആണോ? എന്നാ ശരി, പിന്നെ കാണാം. അല്ല അങ്കിൾ, അങ്കിൾ എന്താ ഇവിടെ? ആ, അതൊരു പരിചയക്കാരനകത്തുണ്ട്, അദ്ദേഹത്തെ ഒന്ന് കാണാൻ വന്നതാ. ഓ, ഹലോ നന്ദിച്ച. ചേംബറിൽ പോയിട്ട് എന്റെ ഏപ്രൺ എടുത്തിട്ട് വാ. റൗണ്ട്സിന് പോകണം. ഓക്കെ സർ. എക്സ്ക്യൂസ് മീ മാം, സാറിന് ഏപ്രോൺ വേണമെന്ന്. എവിടെയുള്ളത്? ഏപ്രോൺ എവിടെയിരിക്കുന്നെന്ന് നിങ്ങൾക്കറിയില്ലേ? അതല്ല, അദ്ദേഹത്തിന് ഫ്രഷ് ഏപ്രോൺ വേണമെന്ന്, അതുകൊണ്ട് ചോദിച്ചതാ. അവിടെ ഹൗസ് കീപ്പേഴ്സ് ഉണ്ട്, അവരോട് പോയി ചോദിച്ചാൽ മതി. ഓക്കെ, താങ്ക് യു. ഇന്ന് എന്റെ പിറന്നാളാ. അയ്യോ, ശരിയാണല്ലോ. അയ്യോ ചേച്ചി, സത്യമായിട്ട് മറന്നുപോയതാ. അല്ല, ചേച്ചിക്കെങ്കിലും ഓർമ്മിപ്പിക്കാറുന്നില്ലേ? നമുക്കിത് സെലിബ്രേറ്റ് ചെയ്തേ പറ്റൂ. നിക്ക്, ഞാൻ പോയി എല്ലാ അറേഞ്ച്മെന്റ്സും ചെയ്യട്ടെ. വേണ്ട വേണ്ട, അതൊന്നും വേണ്ടട. നിന്റെ അളിയനാണെങ്കി എന്നെ ഒന്ന് നോക്കാൻ പോലും നേരമില്ലാതെ പരക്കം പാഞ്ഞ് നടക്കുക. എന്റെ മക്കളോ, ആരെങ്കിലും വന്ന് എന്നെ ഒന്ന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഒരെണ്ണത്തിനെയും കണ്ടില്ല. എന്റേത് എന്തൊരവസ്ഥയെന്ന് നോക്കിയേ. ഇത്രയേറെ സൗകര്യങ്ങൾ ഉണ്ടായിട്ടും മനസ്സിന് യാതൊരു സന്തോഷവും ഇല്ലല്ലോടാ. ആരെ? ലെറ്റ്സ് സെലിബ്രേറ്റ്. കം ഓൺ, കേക്ക് കട്ടി. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇതെന്റെ പ്രിയപ്പെട്ട ശ്രീമതിക്ക്. വാവ്, അമ്മ, ഡാഡി എന്ത് ഗിഫ്റ്റ് തന്നെ നോക്കട്ടെ, ഒന്ന് ഓപ്പൺ ചെയ്ത്. അയ്യോ, ഇതോ? മെനിങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോ എനിക്ക് ഇഷ്ടമായ മാല ഇത്. കൊള്ളത്തില്ല, വേണ്ടെന്നല്ലേ എന്നോട് പറഞ്ഞത്? നിനക്കൊരു അടിപൊളി സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ അന്ന് തന്നെ വാങ്ങിച്ചു വെച്ചാ.
താങ്ക് യു ഡിയർ. ഇനി എന്താടോ വേണ്ടത് എനിക്ക്? ഒരു പ്രോമിസ് മാത്രം മതി. എന്നെ കൊണ്ടാവുന്ന പ്രോമിസ് ആണെങ്കിൽ ഞാൻ ചെയ്യാം, പക്ഷെ നടക്കാത്താണെ പറ്റില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്നതായതുകൊണ്ടല്ലേ ഞാൻ ചോദിച്ചത്. എന്താ അത്? ഇന്നത്തെ ദിവസം നിങ്ങൾ എവിടെയും പോവരുത്, എന്റെ കൂടെ തന്നെ ഉണ്ടാവണം. അത്രയല്ലേ ഉള്ളൂ? പ്രോമിസ്. ഇനി എനിക്കൊരു പ്രോമിസ്. നിനക്കിനി എന്താടാ? ഡാഡിയും മമ്മിയും കൂടി ഇപ്പൊ ഒരു ഡാൻസ് കളിക്കണം. ഹലോ, ഒരു ഫോൺ അടിച്ചിരുന്നല്ലോ. ആരാ? ഇതാരുടെ ഫോണാ? അതെനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ. ഗിഫ്റ്റോ? അതെന്റെ ബ്രദർ ദുബായിലാ വർക്ക് ചെയ്യുന്നത്. എന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാ അത്. ഹലോ, പറയൂ. നമസ്കാരം. നമസ്കാരം. ആരാ നിങ്ങൾ? ഗുരുക്കള് പറഞ്ഞു വിട്ടതാ. ഗുരുക്കളോ? ആ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ അതേതോ ദുർമന്ത്രവാദത്തിന് വേണ്ടി തന്നെയാവണം. അതും എന്തോ സാധനം എന്നൊക്കെ പറയുമ്പോ അതെന്തായിരിക്കും? മാന്ത്രിക ശക്തിയുള്ള ഒരാൾ രാഹുകാലം നോക്കി എന്തോ കൈമാറണമെന്നുണ്ടെങ്കിൽ അത് നാഗമാണിക്യം തന്നെയായിരിക്കും. ആ അതെ, തീർച്ചയായും അത് തന്നെയായിരിക്കും. ഇന്നിവിടെ നല്ല തിരക്കുള്ള ദിവസമാ. ഞാൻ പുറത്തേക്കൊന്ന് പോവാ. നീ ഒന്ന് ശ്രദ്ധിക്കണം. ഓക്കെ? യെസ്. ഇവനിപ്പോ എന്തിനാ ഇങ്ങോട്ട് വരുന്നേ? ഇനി എന്താ ചെയ്യാ നീലി? എന്നെ ഈ വേഷത്തിലെങ്ങാനും കണ്ട അവന് പിന്നെ സംശയമാവും. ഹായ് മാഡം. ഇനി എന്താ ചെയ്യാ നീലി? എന്നെ ഈ വേഷത്തിലെങ്ങാനും കണ്ട അവന് പിന്നെ സംശയമാവും. ഹായ് മാഡം. എന്താ ഇത്? അല്ല മാഡം എന്താ ഇവിടെ? എന്താ മാഡം, സുഖം തന്നെയല്ലേ? അല്ല ഇവിടെ വന്നതിന്റെ കാര്യം എന്താ? 3rd സ്റ്റേജ് ക്യാൻസർ. ക്യാൻസറാ? എന്ന് വെച്ചാ ശിവാനിക്ക് ബ്ലഡ് ക്യാൻസറാ? ഓ, അപ്പൊ അതിനു വേണ്ടി ചെക്കപ്പിന് വന്നതാണോ? ശേ, അറിയാൻ പറ്റാതായി പോയല്ലോ. അപ്പൊ അവൾ ഓൾറെഡി വേദനയിലായിരുന്നു. അതൊന്നും അറിയാതെ ഞാൻ വെറുതെ കഷ്ടപ്പെടുത്തിയല്ലോ. ഓ, അതുകൊണ്ട് ദേഷ്യപ്പെട്ടതാണോ? ഓ, മണ്ടനാണല്ലോ ഞാൻ, മണ്ടൻ. ഓൾറെഡി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന ഒരാള് കാര്യം എന്താണെന്ന് പോലും അറിയാതെ ഞാൻ പിന്നെയും ഒരുപാട് പറഞ്ഞ് വിഷമിപ്പിച്ചല്ലോ. ആരാ ഗോവിന്ദ അത് ഇതിനിടയ്ക്ക് വെറുതെ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? നന്ദീഷിനളിയാ.
എന്തിനാണെന്ന് അറിയില്ല, കുറെ നേരിട്ട് വിളിച്ചോണ്ടിരിക്കുക. ഒരു മിനിറ്റ്, ഞാനൊന്ന് നോക്കാം. വേണ്ട വേണ്ട, ഞാൻ നോക്കണം. ഇതാ മോളെ. അതെ, ആദ്യം പൂജ കഴിയട്ടെ, എന്നിട്ട് സംസാരിക്കാം. ശരി അളിയ, ആദ്യം പൂജ നടക്കട്ടെ. നന്ദേശനല്ലേ, പിന്നെ സംസാരിക്കാമല്ലോ. ഇല്ലെങ്കിൽ ഞാൻ എടുക്കാം. എന്തെങ്കിലും അർജന്റ് കാര്യം ഉണ്ടായിട്ടല്ലേ അവൻ വിളിക്കുന്നത്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും, ഞാൻ വരാം. എന്താ അന്തീശ, എന്താ കാര്യം? എന്നാ പൂജ തുടങ്ങാൻ ബാ. അല്ല, എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് പുറത്തു പോകണം. പൂജ നിങ്ങൾ എല്ലാരും കൂടെ ഫിനിഷ് ചെയ്യും, ഞാനൊന്ന് പോയിട്ട് വരാം. ഇന്ന് എവിടേക്കും പോകില്ല എന്ന് എന്നോട് വാക്ക് തന്ന കാര്യം മറന്നുപോയോ? പറയുന്ന മനസ്സിലാക്കി ദമയന്തി, വളരെ അത്യാവശ്യ കാര്യമായതുകൊണ്ടല്ലേ ഞാൻ പോകുന്നത്. പ്ലീസ്. അമ്മ വെറുതെ വിഷമിക്കല്ലേ. ഡാഡിക്ക് എന്തെങ്കിലും അത്യാവശ്യ കാര്യം വന്നിട്ടുണ്ടാവും. ഡാഡിയുടെ കാര്യം അറിയാവുന്നല്ലേ. എന്നെക്കാളും ഇത്ര വലിയ കാര്യം എന്താ? എന്റെ വിധിയാ ഇതൊക്കെ. ഒരു ചെറിയ കാര്യത്തിന് പോലും ഇവിടെ ഉണ്ടാവില്ല. ചേച്ചി സങ്കടപ്പെടല്ലേ, അളിയുടെ സ്വഭാവം ചേച്ചിക്ക് അറിയാവുന്നതല്ലേ. ഇറ്റ്സ് ഓക്കെ മോം, ഡോണ്ട് ബി അപ്സെറ്റ്. ഞങ്ങളെല്ലാം ഇവിടെ ഉണ്ടല്ലോ. മോം, നമ്മൾ അവന് വേണ്ടി ഒരു പുതിയ പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചാലോ? എങ്ങനെയുണ്ടാവും? എന്ത് പുതിയൊരു പ്രപഞ്ചമോ? അതെ, മായയായ വഴി, മായയായ കാട്. അങ്ങനെ ചെയ്യുന്നതല്ലേ നല്ലത്? വേഗം ആവട്ടെ ശിവാനി, അവൻ എപ്പോ വേണമെങ്കിലും ഇതുവഴി വരാം. ശിവാനി, ഏതോ ഒരു കാറ് വരുന്നുണ്ട്, നമുക്ക് മാറി നിൽക്കാം. വാ. അയ്യോ, എന്റെ മന്ത്രശക്തി എന്താ ഫലിക്കാത്തത്? ശിവാനി, വേഗം, അയാൾ എത്താറായി. മഹാദേവ, അറിയാം ഗുരുക്കളെ, ഉറപ്പിച്ചു പറഞ്ഞതാണ്. അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതാണ്. തീർച്ചയായിട്ടും വരും ഗുരു. സമയം വൈകുന്നു. നാഗമാണിക്യം ആ ഗുഹയിൽ നിന്നും പുറത്തെടുത്തു കൊണ്ടുവന്ന് അതിന്റെ ഉത്തരവാദിത്വം സാംബശിവനെ ഏൽപ്പിക്കാൻ ഇതാണ് അനുയോജ്യമായ സമയം. ഈ സമയം കഴിഞ്ഞാൽ ഇതുപോലൊരു മുഹൂർത്തത്തിനു വേണ്ടി 15 ദിവസം കാത്തിരിക്കേണ്ടി വരും. ആണോ ഗുരുക്കളെ? രാഹുകാലത്ത് നാഗമാണിക്യത്തെ ആരാധിച്ച് മന്ത്രക്കൂടിലേക്ക് ആവാഹിച്ച് കുടിയിരുത്തുക എന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. ശരി ഗുരുക്കളെ. ഇന്ന് ദിഗ്വിജയന്റെ ദിഗ്ബന്ധനത്തിൽ നിന്ന് നാഗമാണിക്യത്തിന് മുക്തി. അതാ ദിഗ്ബന്ധനത്തിൽ നിന്നും പുറത്തു വരട്ടെ. അവനെ ജീവിതാവസാനം വരെ ഞാൻ പഠിപ്പിക്കും. നീലിമലയിലേക്ക് എങ്ങനാ പോകുന്നെന്ന് ചോദിച്ചു. നീലിമലക്കാടോ? അല്ല, എന്നിട്ട് അവരോട് നിങ്ങൾ എന്താ പറഞ്ഞു? ഞാൻ അങ്ങോട്ടുള്ള വഴി പറഞ്ഞു കൊടുത്തു. നീലിമലക്കാടും ശിവാനിയും തമ്മിൽ എന്താ ബന്ധമുള്ളേ? അവിടേക്ക് പോകേണ്ട കാര്യമുണ്ടോ? അയ്യോ, ക്യാൻസർ ഉണ്ടെന്നുള്ള കാര്യത്തിലാകെ വിഷമിച്ച് ഇനി മാഡം വല്ല എടുത്തിയാട്ടം വല്ലതും കാണിക്കൂ. ഓ ദൈവമേ, അവരെന്തെങ്കിലും ബുദ്ധിമോശം കാണിക്കുന്നതിന് മുൻപ് ഞാനവിടെ ചെന്ന് അവരെ തടഞ്ഞേ പറ്റും. എന്നെ പറ്റിക്കാൻ സാധ്യമല്ല. എവിടെ നിന്റെ കൂട്ടുകാരി? എവിടെ? ഇല്ല, ആരുമില്ല, ഞാൻ ഒറ്റയ്ക്ക്. എന്റെ സാമ്രാജ്യത്തിൽ വന്ന് എന്നെ തന്നെ കബളിപ്പിക്കാൻ നോക്കുന്നു.
ഞാൻ നിന്നെ ഒരിക്കലും വെറുതെ വിടില്ല. നമസ്കാരം സ്വാമി. വരൂ, ഗുരുക്കള് കാത്തിരിക്കുന്നുണ്ട്. ഹാ, എന്തോ എനിക്കിവിടെ എത്തിയപ്പോ വഴി മനസ്സിലായില്ല. അതാ ഇവിടെ തന്നെ നിന്നേ. വരും, നമുക്ക് പോവാം. ഇവിടെയും കാണുന്നില്ല. നമ്മളെ കണ്ടപ്പോ അവൻ മാറിക്കളഞ്ഞായിരിക്കും. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. വാ. ഞാനിനി കാത്തിരിക്കില്ല. അവന് സമയത്തിന്റെ വില അറിയില്ല. സമയത്തിന് ഒരു വിലയും കൽപ്പിക്കാത്ത അവന്റെ മുന്നോട്ടുള്ള ഉത്തരവാദിത്വം എന്തായിരിക്കും? ഗുരുക്കളെ, ഗുരുക്കളെന്താ ഇപ്പൊ ഇവിടെ? നിങ്ങളോ? നിങ്ങൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഞാൻ സാംബശിവനെ നോക്കി വന്നത്. അവനെ ഇവിടെ തേടി വരുവാനുള്ള കാരണം എന്താണ്? ഗുരുക്കളെ, അത് അപ്പോൾ സാംബശിവൻ ഇവിടേക്ക് വന്ന കാര്യം ഇവൻ അറിഞ്ഞിരിക്കുന്നു. പുറത്തു മറ്റാർക്കും അറിയാത്ത ഈ സത്യം. അയ്യോ, അതെല്ലാം അങ്ങേക്ക് അറിയുന്നല്ലോ ഗുരുക്കളെ. പിന്നെ ഞാൻ എന്തിനാ പറയുന്നേ? അല്ല, നിങ്ങളെല്ലാവരും പരസ്പരം ഇപ്പോഴും കാണുന്നുണ്ടാകുമല്ലോ, അതുകൊണ്ടാ ചോദിച്ചത്. ആ, എല്ലാവരും അവരുടെ കാര്യങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നു. ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ എല്ലാവരെയും ഒരുമിപ്പിച്ച് ഈ ജോലിക്ക് തയ്യാറാക്കിയവൻ ഇപ്പോൾ എവിടെയുണ്ട്? ഗുരു നല്ല കാര്യമാണ് ചോദിച്ചത്. അവന്റെ പേര് പറയാൻ തന്നെ എനിക്ക് നാണക്കേടാ. ഈ സുഖങ്ങളെല്ലാം തന്നെ അനുഭവിക്കുന്ന അവനാ. കാരണം ഗുരുക്കളെ, ഇപ്പോഴും അതേ കാരണം കൊണ്ടാണ് അവനെ ഞാൻ തേടി വന്നത്. പ്രശ്നമോ? അതെന്താണ് ഇത്ര വലിയ പ്രശ്നം? അങ്ങാ നാഗമാണിക്യം സുരക്ഷിതമായി സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചില്ല. അങ്ങയുടെ വാക്ക് മാനിച്ചുകൊണ്ട് ഞാൻ ഇതുവരെ അതിനെ സൂക്ഷിച്ചിട്ടുമുണ്ട്. അവനാണെങ്കിൽ നമ്മുടെ ഇടയിൽ തന്നെ വിള്ളലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആദ്യം സാമ്രാട്ടിനെ അവൻ മുന്നിൽ നിർത്തിക്കൊണ്ട് ഞങ്ങളെ രണ്ടുപേരെയും തെറ്റിക്കാൻ ശ്രമിച്ചു. അത് മാത്രമല്ല, നാഗമാണിക്യം ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ പോയപ്പോ ആ സാമ്രാട്ടിനെ കൊണ്ട് എന്നെ ഫോളോ ചെയ്യിപ്പിച്ച് അതിരിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനും ശ്രമിച്ചു ഈ സാമ്പശിവൻ. കണ്ടില്ല ഗുരുക്കളെ ആ പാമ്പിന്റെ ഒരു അവസ്ഥ? അല്ല, അന്ന് നാഗലോകത്തെ പാമ്പിനെ കൊന്നവനാ ഞാൻ. ഇതൊക്കെ എനിക്ക് വല്ലതുമാണോ? ഇതുപോലെ എത്ര പാമ്പുകളെ കൊന്നവനാ ഞാൻ. വരൂ ഗുരുക്കളെ, നമുക്ക് നമ്മുടെ കാര്യങ്ങളിലേക്ക് കിടക്കാം. അതെ, അപ്പോ അവനിപ്പോഴും അങ്ങയുടെ അടുത്ത് എത്തിയില്ലേ? അവന്റെ കാർ അവിടെ കിടക്കുന്ന കണ്ടു. എവിടെ പോയി കാണും അവൻ? അങ്ങനെയാണെങ്കിൽ അവൻ എവിടെ പോയി? എവിടെയെങ്കിലും അകപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കണം. എങ്ങനെ? ഇന്നലെ അവൻ എന്നെ കാണാൻ വന്നപ്പോൾ പാമ്പ് വന്ന ലക്ഷണമുണ്ടായിരുന്നു. എനിക്കെന്തോ ഒരു അപകട സൂചന പോലെ. ഗുരുക്കളെ, എന്റെ മേൽ ഇത്ര വിശ്വാസം തോന്നിയതിന് വളരെ നന്ദി. നാഗമാണിക്യം തരാൻ എന്നെ തന്നെ തെരഞ്ഞെടുത്തു എന്ന് ഓർത്തപ്പോ അയ്യോ, ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല അഹങ്കാരത്തോടു കൂടി നടന്നിരുന്നത്. ഇനി നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്തെങ്കിലും ചെയ്ത് അയാളുടെ പേര് മനസ്സിലാക്കണം. അതെ, ഇപ്പോൾ അവൻ എവിടെയാണുള്ളത്? അയ്യോ, വേറെ എവിടെ പോകാനാ? വീട്ടിലിരിക്കുന്നുണ്ടാവും. കുറെ പൈസ ഉണ്ടല്ലോ, എത്ര എടുത്താലും തീരില്ല. എനിക്കെന്തോ അവന്റെ നിഴല് കണ്ട കലിയ. അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായാൽ മാത്രം മതി എനിക്ക്. അവനെ ഞാൻ നോക്കിക്കോളാം. വീട് എവിടെയാ അവന്റെ? അതായത് അവന്റെ വീട്ടിലെല്ലാവരും സുഖമായിരിക്കുന്നില്ലേ എന്ന്? അയ്യോ, അവന്റെ കൂടെ അവന്റെ വീട്ടുകാരും ഉണ്ടാവും.
ഗുരുക്കളെ അങ്ങേക്ക് തന്നെ അറിയില്ലേ പൈസ ഉണ്ടെങ്കിൽ ആളുകൾ ഉണ്ടാവുമെന്ന്. അവൻ എങ്ങനെയാണോ അതുപോലെ തന്നെ അവന്റെ ഭാര്യ. എന്ത് ചെയ്തിട്ട് ഇവൻ പേര് പറയുന്നില്ലല്ലോ. ഇനിയിപ്പോ എന്ത് നേരം നോക്കി ആരോ എന്റെ വേഷം ധരിച്ചിരിക്കുകയാണ് ദിഗ്വിജയ. ഇങ്ങനെ വേഷം മാറുവാൻ ഇച്ഛാധാരി നാഗങ്ങൾക്ക് മാത്രമേ കഴിയൂ. ഞാനില്ലാത്ത അവസരത്തിൽ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതൊരു മായാ പ്രപഞ്ചമാണ്. നമുക്കിപ്പോൾ തന്നെ അത് ആരാണെന്ന് കണ്ടെത്തണം. എന്നൊക്കെ ഞാൻ വെറുതെ സംശയിച്ചു. പക്ഷേ അവനാണ് ശരി. അവനെന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാനാ മനസ്സിലാക്കാത്തത്. ഇല്ല, ഞാൻ അവനെ കുറിച്ച് ഒന്നും തന്നെ പറയില്ല. എന്നെ കൊന്നാലും ഞാൻ പറയില്ല. ആർക്കോ വേണ്ടി നിന്റെ ജീവൻ കളയുന്നത് എന്തിനാ? മര്യാദയ്ക്ക് പറഞ്ഞോ. ഞാൻ പറയില്ല. നിന്റെ കൂട്ടാളികളുടെ പേര് പറയാതെ ഞാൻ നിന്നെ വിടാൻ പോകുന്നില്ല. നീ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും എന്റെ സുഹൃത്തുക്കളെ ചതിച്ച് ഞാൻ ആരുടെയും പേര് പറയില്ല. ഞാൻ അവർക്ക് ദ്രോഹം ചെയ്തവനാണ്, ചതിച്ചവനാണ്. ഇപ്പോഴാണ് എനിക്ക് അവരുടെ സ്നേഹം മനസ്സിലായത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഞാൻ കാരണം ഒരാളുടെയും പേരുകൾ നിനക്കറിയാൻ കഴിയില്ല. ശിവാനി, ഇവനെ ചോദ്യം ചെയ്യേണ്ട സമയമല്ലിത്. ആ ത്രയംബകനും കൂട്ടരും ഇങ്ങോട്ട് വരുന്നുണ്ട്. നമ്മളെ അവര് കണ്ട പ്രശ്നമാവും. പറഞ്ഞോ, ആരൊക്കെയാന്ന് പറ. നീ സത്യം പറയാതെ നിന്നെ ഞാൻ വെറുതെ വിടില്ല. ശിവാനി, ഞാൻ പറയുന്നത് കേക്ക്. ആ മാന്ത്രികന്റെ കയ്യിലെങ്ങാനും പെട്ടാൽ കാലങ്ങളോളം നമ്മൾ ഇനി നരയിക്കേണ്ടി വരും. പറഞ്ഞേക്കാം. പറ, നാഗമാണിക്യം എവിടെയാണുള്ളതെന്ന് പറ. ഇല്ല, ഞാനൊന്നും തന്നെ പറയില്ല. വേണമെങ്കിൽ നീ എന്നെ ഇവിടെ വെച്ച് തന്നെ കൊന്നു കളഞ്ഞു. ഞാൻ ആരുടെയും പേര് പറയില്ല. ശിവാനി, നീ എന്താ ഈ ചെയ്തത്? ഇനി ഇവിടെ നിൽക്കണ്ട, വാ പോവാം. ഹേ, നീ നാഗമാണിക്യം എവിടെ ഒളിപ്പിച്ചാലും ഞാൻ കണ്ടുപിടിക്കും. നിന്റെ കൂട്ടാളികളെ ഞാൻ വെറുതെ വിടില്ല. ശിവാനി, വാ ശിവാനി, ഞാൻ പറയുന്ന കേക്ക്. വാ. നിന്റെ സ്നേഹിതൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാകും. പോയി നോക്ക്. കാണുന്നില്ലല്ലോ ഗുരുക്കളെ. അതാ പോയിട്ട് അവനെ നിങ്ങൾ ഇവിടേക്ക് എടുത്തോണ്ട് വാ.
നമുക്ക് അങ്ങോട്ട് പോവാം. ക്ഷമിക്ക്, ഒന്ന് ക്ഷമിക്ക്. ഇത് ചെയ്ത നാഗം ഏതാണെങ്കിലും ഞാൻ എന്റെ കാൽ കീഴിൽ കൊണ്ടുവരും. ഇത്രയും ദിവസം നമ്മളെ കളിപ്പിച്ച ആ നാഗത്തെ ഒരു പാഠം പഠിപ്പിക്കും ഞാൻ.